പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അതിന്റെ 2-ാമത്തെ ഭാഗം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളായ ഞാനും നിങ്ങളുമെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. നാളുകളായി നാം കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിച്ച് ദൈവിക വിടുതൽ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ സാക്ഷ്യങ്ങൾ നാം നമുക്ക് ഒത്തിരി പറയുവാനുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയുടെ വിടുതലുകളും അതിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ സാക്ഷ്യങ്ങളുമൊക്കെ പണ്ടത്തെക്കാൾ അല്പം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുവാൻ ധാരാളം പേർ മുൻപോട്ട് വരുമായിരുന്നു. ഇന്ന് അതിനൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൻ്റെ കാരണം ദൈവത്തിന് മാറ്റമുണ്ടായതുകൊണ്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടുമല്ല. കാരണം തിരുവിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പിന്നെന്താണ് പ്രശ്നം? അതിൻ്റെ കാരണം പ്രാർത്ഥിക്കുന്ന നമുക്കുള്ള ചില പ്രശ്നങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് ഒരു ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ പലപ്പോഴും ദൈവമക്കൾക്ക് കഴിയുന്നില്ല. ഫലകരമായ പ്രാർത്ഥന, അതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടാകണം. എങ്ങനെ ഫലകരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും? പ്രാർത്ഥനയിലൂടെ എങ്ങനെ ജയം നേടാൻ കഴിയും? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പദം, ഫലിക്കുന്നു എന്ന പദം. ഞാൻ ഈ പദത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. പ്രധാനമായും മറ്റ് 2 വാക്കുകൾ കൂടെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് 2 വാക്കുകളിലൂടെ. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അതിലെ 1-ാമത്തെ പദം ഫലിക്കുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം, അല്ലെങ്കിൽ അതിൻ്റെ മൂലഭാഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം മറ്റൊരു ഭാഗത്ത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് മറ്റൊരു വാക്കിലാണ്. അത് വ്യാപരിക്കുക എന്ന പദമാണ്. വ്യാപരിക്കുക. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഹെരോദ രാജാവ് യേശുവിനെ കുറിച്ച് കേട്ടിട്ട്, യേശുവിനെ കണ്ടിട്ട്, യേശുവിൻ്റെ അത്ഭുതങ്ങൾ, യേശുവിലൂടെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഹെരോദാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയാണ്. നാം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, 14-ാം അധ്യായത്തിൻ്റെ മത്തായി 14:2 വായിക്കുന്നു: അവൻ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു അവനിൽ ഈ ശക്തികൾ വ്യാപരിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് ഹെരോദാവ് പറയുകയാണ്, യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്, യോഹന്നാനിൽ ഉണ്ടായിരുന്ന ശക്തിയാണ് യേശുവിൽ വ്യാപരിക്കുന്നതെന്നാണ് ഹെരോദാവ് കണ്ടെത്തി പറയുന്നത്. അവിടെ പദം ശ്രദ്ധിച്ചോ, വ്യാപരിക്കുന്നു. ശക്തികളുടെ വ്യാപാരം, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യാപാര ശക്തിക്കൊത്തവണ്ണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. എന്തിനാണ് ഞാൻ ഈ 3 വാക്യങ്ങൾ വായിച്ചത്?
ഇവിടെയെല്ലാം വ്യാപരിക്കുക എന്നൊരു പദം, ശക്തിയുടെ വ്യാപാരം, ദൈവശക്തിയുടെ വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശക്തി വ്യാപരിക്കുക. എഫേസ്യർ 3:20 വായിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നാം അവിടെ വായിച്ചത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അതായത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനാൽ അപ്പുറമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അർത്ഥാൽ പ്രാർത്ഥന ഫലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവശക്തി വ്യാപരിച്ചു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. വ്യാപരിക്കുക. ഇവിടെ പറയുന്നത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നവൻ. ശരിക്കും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നത് എപ്പോഴാണ്? ദൈവശക്തി അതിൽ വ്യാപരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മശക്തി വ്യാപരിക്കുമ്പോഴാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം ചെയ്യുന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ മാനുഷിക ബലം കൊണ്ടല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്, രോഗസൗഖ്യം നടക്കുന്നത്, അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്, ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് ആത്മശക്തിയാലാണ്. അപ്പോ പ്രാർത്ഥന ഫലിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു എന്നാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിൻ്റെ പിന്നിൽ, അതിനുശേഷം ആ പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു ആത്മശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചെങ്കിലേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ വ്യാപരിക്കുക എന്ന പദം. ഫലിക്കുന്നു എന്ന് പറഞ്ഞ പദത്തിന്റെ മറ്റൊരർത്ഥമാണ് വ്യാപരിക്കുക. രണ്ടാമത്തെ പദം ഫിലിപ്പിയ ലേഖനം, രണ്ടാമത്തെ പദം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയർ 2:13. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവം പ്രവർത്തിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതേ പദമാണ് ഫലിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രവർത്തിക്കുക എന്ന പദം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീര്യ പ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അതായത് ഫലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുക എന്നുള്ളത്. ആര് പ്രവർത്തിക്കുക? ദൈവം പ്രവർത്തിക്കുക. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു ദൈവപ്രവൃത്തി അതിൽ വെളിപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ഫലകരമായി തീർന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ദൂത് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. 1. 2, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ ആത്മശക്തി വെളിപ്പെടണം. അതിനകത്ത് പരിശുദ്ധാത്മശക്തി വെളിപ്പെടുകയും ദൈവം അതിൽ പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം, എങ്കിലേ അത് ഫലമായി മാറുകയുള്ളൂ. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കണം, എങ്കിലേ അത് ഫലകരമായ പ്രാർത്ഥനയാകുക മാറുകയുള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ അതിനെ ചുരുക്കി പറയാം, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണം, പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റ് ദൂതനോട് കൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് വേണ്ടി ദൈവം സിംഹത്തോട് കൽപ്പിക്കണം, അല്ലെ? ദാനിയേലിന് വേണ്ടി ദൈവം സിംഹത്തോട് കൽപ്പിക്കുകയാ. മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച ദൈവദാസന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൈവം സിംഹത്തോട് കൽപ്പിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രതികൂലത്തോട് കൽപ്പിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ പ്രവർത്തിച്ച് ചില വഴികൾ തുറന്നു തരണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി, അല്ലെ, ചില പ്രവർത്തികൾ ചെയ്യണം.
പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിനെ വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇടവന്നത്. ദൈവസഭ പ്രാർത്ഥിച്ചു, ഐകമത്യത്തോടെ അവർ പ്രാർത്ഥിച്ചു, ഐക്യതയോടെ അവർ പ്രാർത്ഥിച്ചു. ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചു പത്രോസിനെ പുറത്തു കൊണ്ടുവരിക. ഇന്ന് വചനം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലമായി തീരുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വ്യാപരിക്കുക എന്നുള്ളതാണ്. ആത്മശക്തി വ്യാപരിക്കുക. ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എഴുന്നേറ്റു എന്നാണ്, ദൈവം പ്രവർത്തിച്ചു എന്നാണ്. 2024 വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, അതിനകത്തൊരു ആത്മപ്രവൃത്തി കാണണം. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, ദൈവം എഴുന്നേൽക്കണം. എങ്കിലേ കാര്യങ്ങൾക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. ആഗ്രഹിക്കുന്ന നിലയിൽ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. അധികാരികളോട് ദൈവം സംസാരിക്കണം, നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രതികൂലത്തോട് ദൈവം ഇടപെടണം, ശത്രുക്കളോട് ദൈവം ഇടപെടണം. നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടുകയും പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അത്ഭുതകരമായി പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഫലിക്കുക എന്ന പദം ആത്മാവിന്റെ പരിവർത്തനം അല്ലെങ്കിൽ വ്യാപരിക്കുക. എന്താണ് വ്യാപരിക്കേണ്ടത്? ആത്മശക്തിയുടെ വ്യാപാരം ഉണ്ടാകണം. ഫലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പ്രവർത്തിക്കുന്നു എന്നാണ്. ദൈവം അതിനകത്ത് പ്രവർത്തിക്കണം. ഫലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതിനാണ് പറയുന്നത്. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്ന പദം തന്നെയാണ് ഫലിക്കുക എന്ന പദം. എന്താണ് അടുത്ത ആ വാക്കിന് നാം മനസ്സിലാക്കേണ്ട അർത്ഥം എന്താ? ഫലിക്കുക എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ആശ്വാസത്തിനായി ഫലിക്കുന്നു. അപ്പൊ ഫലിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, അതിനകത്ത് അതിനൊരു ഫലമുണ്ടായി എന്നാണ്. ഇവിടെ ആശ്വാസത്തിനായി ഫലിച്ചു. സ്തോത്രം. ഇവിടെ പൗലോസ് പറയാൻ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമായി അത് മാറുകയാണ്. അപ്പോൾ പ്രാർത്ഥന ചിലർക്ക് ഫലിക്കണം, അത് ആശ്വാസമായി ഫലിക്കണം, വിടുതലായി ഫലിക്കണം, സൗഖ്യമായി ഫലിക്കണം. അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് വ്യക്തമാകും. ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ പ്രചാരത്തിൽ ഒത്തിരി ആകുന്നതിന് മുമ്പ് ആയുർവേദവും അല്ലെങ്കിൽ ഒറ്റമൂലികൾ എന്നൊക്കെ പറയുന്ന മരുന്നുകളൊക്കെ പലരും പ്രയോഗിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ ഒറ്റമൂലി, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചില അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലി കൊടുക്കുക എന്ന് പറയും. ഇപ്പോൾ മരുന്നുകൾ പണ്ട് കാലത്ത് ഒറ്റമൂലിയായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ രോഗം മാറും. വേറെ എല്ലാം പരീക്ഷിച്ച് മറ്റെല്ലാ മരുന്നുകളും പരീക്ഷിച്ച് ഒരു ഫലമില്ലാതെ വരുമ്പോൾ ആളുകൾ പറയുകയാണ് ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഒറ്റമൂലി പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അവർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കണം. ഇതുണ്ടാക്കുന്നതിനും അതീവ ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൂട്ട് എല്ലാവർക്കും അറിയില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. ഒന്നാമത് അതിൻ്റെ നിർമ്മാണ രീതി വളരെ വ്യത്യാസമാണ്, അതെല്ലാവർക്കും അറിയില്ല. വളരെ സൂക്ഷ്മതയോടെയാണ് അത് നിർമ്മിക്കുന്നത്. അതിനകത്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എത്ര അളവിൽ ഇത് ഉപയോഗിക്കണം, എങ്ങനെ ഇത് കൂട്ടിച്ചേർക്കണം, അല്ലെ? ഇതെല്ലാം ഉപയോഗിച്ച കൃത്യ അളവിൽ ഇത് തിളപ്പിച്ചോ ചൂടാക്കിയോ എനിക്കറിയില്ല. ഏത് നിലയിലാണെങ്കിലും ഇത് സംയോജിപ്പിച്ച് ഇതൊരൊറ്റമൂലിയാക്കി മാറ്റും. ഇതിന്റെ നിർമ്മാണ രീതി, അത് മാത്രമല്ല ഇതിന്റെ ഉപയോഗക്രമവും അവർ പറയാറുണ്ട്. ഇന്ന രീതിയിൽ ഉപയോഗിക്കണം. ചിലരോട് പറയും രാവിലെ ഉപയോഗിക്കണം, വെറും വയറ്റിൽ ഇത് കഴിക്കണം, പാലിന്റെ കൂടെ ചേർത്ത്. എനിവേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട്. ഒരുപക്ഷെ വചനം കേൾക്കുന്ന ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ ആളുകൾ സമ്മതിക്കുന്നറിയില്ല. ഇങ്ങനെ ഈ ഒറ്റമൂലിയൊക്കെ ഉപയോഗിച്ച് അത്ഭുതകരമായി ആളുകൾക്ക് സൗഖ്യം ലഭിച്ച ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തത്തിനൊക്കെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒറ്റമൂലി മരുന്നുകൾ കഴിക്കാറുണ്ട്. പല കാര്യങ്ങൾക്കും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും വളർന്നപ്പോൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറവാണ്. പക്ഷേ നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു, അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ വാർത്തകൾ പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ
നിർമ്മാണ രീതി, അതിൻ്റെ ഉപയോഗക്രമം, അതുപോലെ അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം കൃത്യ അളവിലും കൃത്യനിലയിലും അവർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഫലിക്കണം. പ്രാർത്ഥനയും ഇതുപോലെയാണ്. ഇതിനും ചില കാര്യങ്ങളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില ഉപയോഗക്രമമുണ്ട്, രീതിയുണ്ട്. സ്തോത്രം. അത് കൃത്യമാകുമ്പോഴാണ് അതിനൊരു ഫലം ഉണ്ടാകുന്നത്. അതാണ് എല്ലാവർക്കും എല്ലാം ഫലമാകുന്നില്ല. ചില മരുന്ന് എല്ലാവർക്കും പിടിക്കത്തില്ല, അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഉലകത്തിലേതും മനുഷ്യനും ഫലമാകുന്ന ഒരു മരുന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ലാത്ത ആരുമില്ല. ഇന്നയാൾക്ക് മാത്രമേ ഇത് അനുഗ്രഹം ഉണ്ടാവുന്നില്ല. ഈ വചനം പറയുന്ന ആ ക്രമം, വചനം പറയുന്ന ആ രീതിയിൽ കൃത്യമായ നിലയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സകല മനുഷ്യർക്കും ഇതിന്റെ ഗുണം, ഇതിന്റെ അനുഭവം, ഇതിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് വളരെ തീർച്ചയാണ്. ഈ പ്രാർത്ഥന ഫലിക്കുവാൻ അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നമ്മൾ ആദ്യമേ സംസാരിച്ചു കഴിഞ്ഞു. ശരിക്കും നമ്മുടെ പ്രാർത്ഥന ഫലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യാപരിക്കുക, ദൈവ സാന്നിധ്യം, ദൈവശക്തി വ്യാപരിക്കുക. ഫലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുക, അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത എന്താണ്? ഈ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ, ഇതിനൊരു ഫലം ഉണ്ടാകണമെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഞാൻ നേരത്തെ മരുന്നിന്റെ കൂട്ട് പറഞ്ഞതുപോലെ, മരുന്നിനകത്ത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അതിനു സമാനമായ നിലയിലൊക്കെ ഏകദേശം ചില കാര്യങ്ങൾ ഇതിനകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ പറഞ്ഞതുപോലെ അതിനകത്ത് നിർമ്മാണ രീതി വളരെ സൂക്ഷ്മതയോടെയാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നതാണ്. ഇങ്ങനെ കൃത്യമായിട്ട് അത് ആ ചേരുവ കൃത്യമാകുമ്പോഴാണ് അതൊരു സിദ്ധൌഷധമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഇതുപോലെ ഒരു സിദ്ധൌഷധമായി, പ്രയോജനമായി, ഫലിക്കുന്ന ഒരു അനുഭവമായി മാറണമെങ്കിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ അവിടെ വായിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒന്നാമത്തെ കാര്യം നീതിമാന്റെ പ്രാർത്ഥന എന്ന് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ, ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ, ദൈവം എഴുന്നേൽക്കണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ തിരുവെഴുത്ത് പറയുകയാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നീതിമാന്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന വ്യക്തി നീതിമാനായിരിക്കണം, നീതിയുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. 3:23-24 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്ന, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്റെ തൂത് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ആരാണ് നീതിമാൻ? പ്രൈസ് ദി ലോർഡ്. നീതിമാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ, അവിടുത്തെ കാൽവറിയിലെ മരണത്താൽ, അവിടുന്ന് ആ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നതോടുകൂടി യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം നമ്മൾ നീതിമാന്മാരായി തീരുക. യേശു ക്രിസ്തുവാണ് നമ്മുടെ നീതി. ആ നീതിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്കാണ് ഫലം വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വചനം മനസ്സിലായല്ലോ. ആമേൻ. ആരുടെ പ്രാർത്ഥനയ്ക്കാ ഫലം വരുന്നത്? സ്വന്തം നീതിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ബലത്തിലല്ല. പലപ്പോഴും വിശ്വാസികൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നീതി പ്രവർത്തികളും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവനീതിയെ തൃപ്തിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. പകരം കർത്താവിന്റെ നീതിയിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത്. സ്വയനീതി ഇന്ന് പകൽ ഉരിഞ്ഞു കളഞ്ഞാട്ട്, സ്വയനീതിയെ മാറ്റിക്കളഞ്ഞിട്ട്, അല്ലേ? പരീശൻ ചെന്ന് സ്വയനീതിയോടെ പ്രാർത്ഥിച്ചു, പക്ഷേ അവന് ദൈവമുമ്പാകെ നീതീകരണം ലഭിച്ചില്ല. പക്ഷേ ചുങ്കക്കാരനായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അവൻ പറയുക, എന്നോട് കരുണയുണ്ടാകണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീതിപ്രവർത്തികളല്ല പ്രാർത്ഥന കേൾക്കുവാനുള്ള
മറുപടി എന്ന് പറയുന്നത്, പ്രാർത്ഥന കേൾക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിങ്കല നീതിയാ. അവന്റെ നീതിയിൽ ആശ്രയിച്ച് സ്വർഗസിംഹാസനത്തിലേക്ക് പോയാൽ മാത്രമേ ദൈവം നമ്മെ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ചെയ്തതിന്റെയും കൊടുത്തതിന്റെയും വാങ്ങിയതിന്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ ദൈവം അനുഗ്രഹിക്കത്തില്ല. അത് ന്യായപ്രമാണത്തിലെ നീതിയാണ്. പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് അവന്റെ നീതിയിൽ ആശ്രയിച്ച് പോകുന്നതാണ്. പല വിശ്വാസികൾക്കും ഈ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവനീതിയിൽ ആശ്രയിച്ചാണ്. നമ്മുടെ കുറവുകൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ച കർത്താവിന്റെ ആ നീതി, ക്രിസ്തുയേശുവിലുള്ള നീതിയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഫലം വരുന്നത്. പല ആളുകളും സ്വയനീതിക്കാരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരത് ചെയ്തു ഇത് ചെയ്തു അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത്. അല്ലെ, ദൈവസന്നിധിയിലേക്ക് സ്വർഗസിംഹാസനത്തിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിപ്പം പറയാനൊന്നുമില്ല. അവൻ ദൈവനീതിയിൽ ആശ്രയിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. സകലവും അവിടുത്തെ കൃപയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവനീതിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പം നീതിമാന്റെ പ്രാർത്ഥന, ആരാണ് നീതിമാൻ? സ്വയനീതിയിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിന്റെ നീതിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ഫലിക്കാൻ പോകുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ നീതിയല്ല, ദൈവം നീതിയിൽ ആശ്രയിച്ച്, കർത്താവേ അവിടുത്തെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകാൻ പോകുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇതിനകത്തുണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് ഏകാഗ്രതയെ കാണിക്കുന്ന വിഷയമാണ്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: തങ്കൽ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ബലമൊന്ന് വെളിപ്പെടുത്താൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നോക്കിയിരിക്കുക. എന്തിനു വേണ്ടിയാ? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? വിശ്വാസികളുടെ അടിസ്ഥാന പ്രശ്നമാണ് പ്രാർത്ഥനയിൽ ഒന്ന് ഏകാഗ്രപ്പെട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മുടെ ചിന്തകൾ മാറിപ്പോവുകയാണ്. മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശ്രദ്ധയുള്ള ഒരു പ്രാർത്ഥന ചെയ്യാൻ കഴിഞ്ഞെങ്കിലേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് പോകുന്നത്. ആ ലക്ഷ്യത്തിൽ അവന്റെ മനസ്സിലുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് അവൻ വാഹനം ഓടിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവന് ചുറ്റും നോക്കുവാൻ അവന് സാധ്യതയില്ല. അവൻ വളരെ ശ്രദ്ധയോടെ ആ വാഹനം ഓടിക്കണം. അവിടെയും ഇവിടെയും നോക്കി വാഹനം ഓടിച്ചാൽ ലക്ഷ്യത്തിലെത്തുകയില്ലെന്ന് മാത്രമല്ല, അപകടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഏകാഗ്രത ഉണ്ടെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന അനാവശ്യമായി വരുന്ന ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 100 ചിന്തകളാണ്. ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയുന്നില്ല. അനേക ചിന്തകൾ വന്ന് നിറയുകയാണ്, അനേക കാര്യങ്ങൾ വന്ന് നിറയുകയാണ്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ ചിന്തകളെ പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള വചനം പറയുന്നത് പോലെ എന്താണ്? ക്രിസ്തുവിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെയും ചിന്തകളെയും അവനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കാൻ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ. അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. വചനം പറയുന്നത് ഇങ്ങനെയാ: കർത്താവ് ഒരു വിഷയത്തെ ഏകാഗ്രതയോടെ ആ വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വചനം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആളുകൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്ന പല വിഷയങ്ങൾ ഒരുമിച്ച് കൂട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്കൊരു വിഷയത്തിന് മറുപടി വേണമെങ്കിൽ ആ വിഷയം മാത്രമായി ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കിടയാകണം. സ്തോത്രം. അത് നമ്മുടെ കർത്താവിൻ്റെയും മാതൃകയാണ് എന്ന് നമ്മൾ അറിയണം. വചനം എങ്ങനെയാണ് പറയുന്നത്? ആ വചനം തന്നെ ചൊല്ലി യേശു പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനാമുറിയിൽ നിങ്ങളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന എല്ലാത്തിനെയും ജയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കൃപ പ്രാപിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങുകയാണ് എന്ന് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറയിൽ കിടന്ന വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ നിനക്കൊരു ഏകാന്തത ആവശ്യമാണ്. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ നീ മാത്രമായിട്ടുള്ളൊരു സമയം ആവശ്യമാണ്. അത് ഈ ദിവസങ്ങൾ 2024 ചില വിഷയങ്ങളുടെ മേൽ മറുപടി വേണമെങ്കിൽ, ചില വിഷയങ്ങളിൽ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ, ഒരു ഫലമുണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ പ്രാർത്ഥനയിൽ പരിവർത്തിക്കണമെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്ത് അടിസ്ഥാനപരമായി ഏകാഗ്രത ഉണ്ടാകണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ആ ശ്രദ്ധ വെളിപ്പെടുവാൻ
നിനക്കൊരു ഏകാഗ്രത ഉണ്ടാകണം. ഏകാഗ്രത നഷ്ടപ്പെടുന്ന അനാവശ്യമായ ചിന്തകളാണ്, അനാവശ്യ സാഹചര്യങ്ങളാണ്, ബഹളങ്ങളാണ്. എല്ലാത്തെയും ഒന്ന് ഒഴിവാക്കി ദൈവസ്ഥനിൽ ഏകാഗ്രതയോടെ ദൈവസ്ഥനിലെ വിഷയങ്ങളെ ഏകീകരിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകും, ഫലമുണ്ടാകുമെന്നുള്ളത് വളരെ സത്യമാണ്. മൂന്നാമത്തെ അടുത്ത വിഷയം നാം വായിക്കുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന, ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്നവൻ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് വിശ്വാസമാണ്, അല്ലേ? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ദീനക്കാരനെ രക്ഷിക്കുന്നത്. യാക്കോബ് 5:15 അങ്ങനെയാ പറയുന്നത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഈ യാക്കോബിന്റെ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന്റെ അകത്ത് വിശ്വാസമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? അവിശ്വാസം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന അറിഞ്ഞിരിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം എത്ര വലുതാണെങ്കിലും, എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും, എത്ര പ്രശ്നമാണെങ്കിലും എൻ്റെ ദൈവം അതിലും വലിയവനാണ്, എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്, അവൻ അസാധ്യമായതൊന്നുമില്ല. ആ വിശ്വാസം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറയട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പേറിയ വിശ്വാസം ഉണ്ടായിരിക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങളും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നത് പോലെ അവന്റെ വാർദ്ധക്യം, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം, ഇതെല്ലാം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നാം വായിക്കുന്നത് പോലെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം പ്രാർത്ഥനകൾക്കും അത് ഉറപ്പാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അല്ലേ? അവിശ്വാസം കയറി വരുന്നത് കൊണ്ടാണ് പല പ്രാർത്ഥനകളും ഫലിക്കാത്തത്. സ്വന്തം പട്ടണത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹത്തോടെ കർത്താവ് കടന്നുപോയി, പക്ഷേ ആ പട്ടണത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ആ പട്ടണം അവിശ്വാസത്താൽ നിറഞ്ഞിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, വിശ്വാസം മടങ്ങി വരട്ടെ. എങ്ങനെയാണ് ഈ വിശ്വാസങ്ങളൊക്കെ വരുന്നത്? ദൈവത്തോടുള്ള വിശ്വാസം എങ്ങനെ നിങ്ങളിലേക്ക് വരും? തിരുവെടുത്ത് പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിരന്തരം തിരുവെടുത്ത് വായിക്കുക, ധ്യാനിക്കുക, വചനം കേൾക്കുക. വചനം നിന്റെ അകത്ത് വിശ്വാസം കൊണ്ടുവരും. പ്രാർത്ഥിക്കുക. ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ അളവ് പങ്കിടുവാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസത്താലാണ് നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ആമൻ ഫലിക്കുന്നത്. അടുത്ത കാര്യം നാം അവിടെ വായിക്കുന്നത്, പാപം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഉള്ളിൽ പാപമുള്ള ഒരാൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. തിരുവെഴുത്ത് പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. കണ്ടോ? പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ? രോഗസൗഖ്യം വേണമോ? പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് പാപം ഏറ്റുപറയാൻ ഒരു വലിയ മടിയാണ്. അവർ വിചാരിക്കുന്ന അവർക്കൊരു പാപവും ഇല്ല എന്നാണ്. അല്ലേ? തിരുവെഴുത്ത് പറയുന്നത് എന്താണ് പഠിപ്പിക്കുന്നതാണ്? യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞ്, നിങ്ങൾക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്കിടയാകണം. നമ്മുടെ കുറവുകൾ ഏറ്റുപറയാനിടയായി തീരണം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമായി നിൽക്കുന്നത് വലിയ പാപമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ പരാജയം മതി, പ്രാർത്ഥനയ്ക്ക് താമസമുണ്ടാകും. സ്തോത്രം. മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിലെ കറ കണ്ടുപിടിച്ച് അവനെതിരെ കുറ്റം ചുമത്തിയ സാത്താൻ നമ്മുടെ നടുവിലുള്ളപ്പോൾ, സാത്താൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവം നീതിമാനാകിയാൽ ദൈവജനത്തിന്റെ പാപത്തെ ലഘുവായി കാണുവാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് പാപവും പരാജയങ്ങളും അകൃത്യങ്ങളും ഒക്കെ ഒഴിവാക്കി ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. ദാനിയേൽ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ പ്രവാചകൻ 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ കണ്ട, ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. നോക്കണേ, ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചറാണ്. പാപം ഏറ്റുപറഞ്ഞു. ദാനിയേലിന്റെ പാപം, ജനമായ ഇസ്രായേലിന്റെ പാപം ഏറ്റുപറയുകയാണ്. ഇതാണ് പ്രാർത്ഥന ഫലിക്കുവാനുള്ള അടുത്ത മാർഗം. അവസാനമായി പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരിക്കേണ്ട
കാര്യം ഞാൻ പറയാം. അത് കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്, അനുതാപത്തോടെയുള്ള പ്രാർത്ഥന, മനസ്സ് തകർന്നുള്ള പ്രാർത്ഥന. നമുക്കറിയാം, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ വേദപുസ്തകം പരിശോധിച്ചാൽ ആരൊക്കെ പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ അവരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരാണ്. അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. ദാവീദ് പറയുക, ഞാൻ രാത്രിയിൽ കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്കെ ഒഴുക്കുന്നു. പ്രിയപ്പെട്ടവരെ, കരച്ചിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ പിടിച്ചു നിർത്തും. ഒരു കാര്യം ഞാൻ പറയാം, നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ച് കരയുന്നവരുണ്ട്. അഭിനയത്തൊന്നും ദൈവത്തിന്റെ അടുക്കൽ വില പോകത്തില്ല കേട്ടോ. ആത്മാർത്ഥമായി നമ്മുടെ വിഷയത്തിന് നടുവിൽ നാം ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയനുറക്കത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങിയ ആളുകൾക്കിന്ന് കരയാൻ മടിയാണ്, കണ്ണ് നിറയുന്നില്ല ആരുടെയും. അതെന്താണെന്നറിയാമോ? ഹൃദയം കടുപ്പമായത് കൊണ്ടാണ്. ആ ഹൃദയം ഒന്ന് ഒരുക്കപ്പെട്ടാൽ, ആ ഹൃദയം ഒന്ന് മയപ്പെട്ടാൽ, ആ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് നിർമ്മലമാക്കപ്പെട്ടാൽ അറിയാതെ കണ്ണുനീര് വരും. മറ്റുള്ള വിഷയം ഓർത്ത് കരയുവാനിടയായി നോക്കണേ, യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന്, സ്തോത്രം, ഇതാ മറിയയും മാർത്തയും യഹൂദന്മാരും ഒക്കെ കരയുന്നത് കണ്ടപ്പോൾ യേശുവും കണ്ണുനീർ വാർക്കുകയാ. കരയുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി പറയുക. കരയുന്നവരോട് കൂടെ കരയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? കണ്ണുനീരാണ് അതിൻ്റെ അകത്തുള്ള ഒരു വലിയ ഘടകമെന്ന് പറയുന്നത്. കണ്ണുനീരോടെ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുവാനിടയായാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വലിയ വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് എന്താണെന്നറിയാമോ? യാക്കോബിന്റെ ദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന്റെ കാര്യമാണ്. സ്തോത്രം. ആ മൽപ്പിടുത്തത്തെക്കുറിച്ച് നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു. യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബ് ദൂതനുമായി മൽപ്പിടിച്ച കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, 12:4. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവിടെ കൊണ്ടത് തീർന്നില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ കരഞ്ഞ് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് യാബോക്കിന്റെ കടവിൽ വെച്ച് കരഞ്ഞപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതനെ ഒന്നും മല്ലുപിടിച്ച് ജയിക്കുവാനുള്ള കരുത്ത് ഒരു സാധാരണ മനുഷ്യനില്ല. കാരണം ദൂതന്മാർ അത്ര ശക്തന്മാരാണ്. പക്ഷേ അവന്റെ കണ്ണുനീരിന് മുമ്പിൽ ദൂതന് നിൽക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ നിൽക്കുന്നവനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്നവനാണ്. ഇന്ന് തിരുവെടുത്ത് കേൾക്കുന്ന ദൈവവൈതലേ, കണ്ണുനീര് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവിഭാജ്യ ഘടകമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിനിടയായാൽ ചില വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി 2024 നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ഫലിക്കേണ്ട പ്രാർത്ഥനയാണ്. ഫലമില്ലാതെ പോകുന്ന പ്രാർത്ഥനയാണ് അനേകരുടെ പ്രാർത്ഥന. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ ദൂത് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതിനകത്തൊരു പരിശുദ്ധാത്മശക്തി വ്യാപരിച്ചേ പറ്റൂ. വ്യാപരിക്കുക. ഫലിക്കുക എന്ന് പറഞ്ഞാൽ വ്യാപരിക്കുക. എന്ത് വ്യാപരിക്കണം? പരിശുദ്ധാത്മശക്തി വ്യാപരിക്കണം. പ്രാർത്ഥനയ്ക്കകത്ത് ആത്മശക്തി വ്യാപരിക്കണം. ആത്മനിറവിൽ പ്രാർത്ഥിക്കണം. അതൊരു വലിയ ശക്തിയാണ് പ്രിയമുള്ളവരെ. ആ പ്രാർത്ഥന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കപ്പെടുന്ന പ്രാർത്ഥന, അത് ഫലകരമായ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കണം. ഫലിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. ദൈവം പ്രവർത്തിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം എഴുന്നേൽക്കണം. ദൈവം എഴുന്നേൽക്കുന്നവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവം നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരണം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലിക്കണം. സ്തോത്രം. ആ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ഇതാ അതിന് അകത്തുണ്ടായിരിക്കേണ്ടതെല്ലാം അതിനകത്തുണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉള്ളതെല്ലാം അതിനകത്ത് വെളിപ്പെട്ടെങ്കിലേ ആ പ്രാർത്ഥന ഫലമാകുകയുള്ളൂ. ആ പ്രാർത്ഥന എന്താണ്? നീതിമാന്റെ പ്രാർത്ഥനയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവനീതിയാണ് ഫലിക്കാനുള്ള രഹസ്യം. ദൈവനീതി മനസ്സിലാക്കി കർത്താവിന്റെ നീതിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥന ഫലിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സ്വയനീതി നമുക്ക് വിട്ടുകളയാം, സ്വയാശ്രയം വിട്ടുകളയാം, ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
നാം പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അശ്രദ്ധമായ പ്രാർത്ഥന, ഉഴപ്പൻ മട്ടിലുള്ള പ്രാർത്ഥനകൾ എല്ലാം മാറട്ടെ. ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന മേഖലകളെ ശാസിക്കുക. ദൈവം നാം തമ്മിൽ ഏകാന്തത ഉണ്ടാകട്ടെ. ഏകാഗ്രതയോടെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അടിയുറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. സ്തോത്രം. പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന കുറവുകൾ, കുറ്റങ്ങളുണ്ട്. ചെറിയൊരു തെറ്റ് മതി, ചെറിയൊരു അശ്രദ്ധ മതി, അല്ലേ? അനുഗ്രഹത്തെ തടഞ്ഞു വെക്കുവാൻ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. അവസാനമായി നാം ചിന്തിച്ചത് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും ദൈവം മറികടന്നു പോകില്ല. നിങ്ങളുടെ കണ്ണ് നിറയട്ടെ, ഹൃദയം നിറയട്ടെ. വിഷയങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ പറയാനുള്ള കൃപ പ്രാപിച്ചാട്ടെ. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങിയാൽ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്ന പ്രാർത്ഥനയാകട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ സ്തോത്രം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ വചനം മൂലം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു.